ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ ഓൾ ടൈം ഹൈ ആണ് നിഫ്റ്റിക്കും സെൻസെക്സിനും ഒക്കെ. ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ഒട്ടുമിക്കവാറും മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ട്രേഡ് ചെയ്യുന്നത്. റീറ്റെയിൽ സെയിൽസ് ഡാറ്റ ബിലോ എക്സ്പെക്റ്റേഷൻ വന്നതിന് ശേഷം അമേരിക്കയിൽ ഇന്നലെയും വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിലാണ് മുന്നേറിയിട്ടുള്ളത്. S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്ക് വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ NVIDIA 1999 IPO വന്ന NVIDIA ലോകത്തിലെ ഏറ്റവും വാല്യുബിൾ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്നലെ $3.34 ട്രില്യൺ ആണ് NVIDIAയുടെ മാർക്കറ്റ് ക്യാപ്പ്. സെക്കൻഡ് നിൽക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണ്, $3.32 ട്രില്യൺ. തേർഡ് $3.28 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് നിൽക്കുന്നത്. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് NVIDIA വീണ്ടും വലിയ രീതിയിൽ മുന്നേറുന്ന തന്നെയാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്യാപ്പ് $5 ട്രില്യൺ ഉയരുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അത്തരത്തിലുള്ള ഗൈഡൻസ് തന്നെയാണ് കമ്പനി മാനേജ്മെൻറ്റും സെയിൽസ് റിലേറ്റഡ് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവ് തന്നെയാണ്. ഇന്നലത്തെ അമേരിക്കയിലത്തെ വൊളാറ്റിലിറ്റി നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് 12.3 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. മിനിഞ്ഞാന്ന് അത് 12.75 ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു ഇന്നലെ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ആണ്. ഗോൾഡും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒട്ടുമിക്കവാറും എല്ലാ കമോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സ്പീക്കർ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ളൊരു ഡൗട്ടൊക്കെ മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ന്യൂസുകൾ വരുന്നത് BJP തന്നെ സ്പീക്കർ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും കോയലേഷൻ പൊളിറ്റിക്സ് ആകുമ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതുകൊണ്ട് മാർക്കറ്റ് ഈ ന്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവായിട്ട് കാണാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കോമൺ മാന് വളരെ യൂസ്ഫുള്ളായിട്ട് യൂണിയൻ ബഡ്ജറ്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ബഡ്ജറ്റ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷമാണ് നമുക്കിത് കാണാൻ കഴിയുള്ളൂ. ജൂലൈ 22 ബഡ്ജറ്റ് വരുന്നത്. ഈ ജൂൺ 21, 22, 23 തീയതികളിൽ GST കൗൺസിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. ധാരാളം പ്രപ്പോസൽസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പല ടഫായിട്ടുള്ള മെഷേഴ്സും റിലാക്സ് ചെയ്യുകയാണെങ്കിൽ അതാത് സെക്ടറുകളിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ZF ഗ്രൂപ്പ് 5% സ്റ്റേക്ക് അവരുടെ ഇന്ത്യൻ സബ്സിഡിയറിയിൽ വിൽക്കാണ്. ZF കമേഴ്ഷ്യൽ വെഹിക്കിൾ സിസ്റ്റംസ് ലിമിറ്റഡിലാണ്. നമ്മുടെ തന്നെ ഒരു റെക്കമെൻഡഡ് സ്റ്റോക്കും കൂടിയാണ്. വിൽക്കുന്ന പ്രൈസ് 14,980 പെർ ഷെയറാണ്. മാർക്കറ്റ് പ്രൈസ് 17,277.15 രൂപയാണ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ്. പക്ഷേ ഇത് സ്റ്റേക്ക് ഡൈല്യൂഷൻ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. പ്രൈസ് താഴെയാണെന്നുള്ള കാര്യം നോക്കേണ്ട. കാരണം ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് കൂടുന്നത് തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനും പൊസിഷൻസ് കൂട്ടാനും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റോക്ക് വാങ്ങാനായിട്ട് ഉപകരിക്കും. ഒപ്പം HDFC ബാങ്ക് വലിയ രീതിയിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നാണ് ലോങ് ടൈമിലേക്കുള്ളത്. വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇൻഡസ് ടവറിൽ വോഡാഫോൺ ഐഡിയ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്കിൽ പകുതി വിൽക്കാൻ പോവുകയാണ്. 310-341 റേഞ്ചിലാണ് പ്രൈസ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും വോഡാഫോൺ ഐഡിയനെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ന്യൂസാണ്. ഇൻഡസ് ടവറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. വേദാന്ത അവരുടെ സ്റ്റീൽ ബിസിനസ് സെല്ല് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മുമ്പുണ്ടായിരുന്ന ന്യൂസ് തന്നെയാണ്, വീണ്ടും കൺഫർമേഷൻ വന്നിരിക്കുന്നതാണ്. ടാറ്റ ടെക്നോളജി മൈക്രോസോഫ്റ്റ് അലയൻസ് വന്നിട്ടുണ്ട്. ജനറേറ്റീവ് AI റിലേറ്റഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും അസോസിയേഷനൊക്കെയാണ് ടാറ്റ ടെക്നോളജീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് വരെയാണ്. 4,426.11 പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. 1,200 കോടി രൂപയ്ക്കുള്ള സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് ഫോർജ് അമേരിക്കയിൽ എക്സ്പാൻഷൻ നടത്തുകയാണ്. അലുമിനിയം ഫോർജിങ് കപ്പാസിറ്റിക്ക് വേണ്ടിയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ന്യൂസാണ് ഭാരത് ഫോർജിനെ സംബന്ധിച്ച്. ഹഡ്കോ
ലോ കോസ്റ്റ് ഫണ്ടിങ് നേടിയിട്ടുണ്ട്. സുമിതോമോ ബാങ്കിങ് കോർപ്പറേഷൻ ജപ്പാനിൽ നിന്നാണ്. എൻ ഡിനോമിനേറ്റഡ് ഫണ്ടിങ് ആണ്. തീർച്ചയായിട്ടും ഹഡ്കോനെ സംബന്ധിച്ച് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു ഫാക്ടറും കൂടിയാണ്. ഹഡ്കോനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ബിർള കേബിൾ പ്രൊഡക്റ്റുകളിൽ യൂറോപ്യൻ യൂണിയൻ 8.7% ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ലൈറ്റ് നെഗറ്റീവാണ് ബിർള കേബിളിനെ സംബന്ധിച്ച്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെ ബുള്ളിഷാണ്. സീമെൻസ് ആൻഡ് ABB രണ്ട് സ്റ്റോക്കുകളും നമ്മുടെ റെക്കമെൻഡഡ് സ്റ്റോക്കുകളാണ്. സീമെൻസ് ഡീമർജറാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് ധൈര്യമായിട്ട് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് സീമെൻസ്. മിശ്രധാതു നിഗം പ്രാറ്റ് ആൻഡ് വിറ്റ്നി എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് അത് എയർലൈൻസിന് എൻജിൻസ് ഉണ്ടാക്കുന്ന ഫ്ലൈറ്റുകൾക്ക് എൻജിൻ ഉണ്ടാക്കുന്ന കമ്പനിയായിട്ട് ടൈപ്പിൽ വരികയാണ്. എയർക്രാഫ്റ്റ് പാർട്സുകൾ സപ്ലൈ ചെയ്യാനായിട്ട് പോസിറ്റീവ് ന്യൂസാണ് മിശ്രധാതു നിഗത്തിനെ സംബന്ധിച്ച്. ഒരു ഡിഫൻസ് റിലേറ്റഡ് PSU കമ്പനിയും കൂടിയാണ്. ന്യൂ വെബ് ടെക്നോളജീസ് സെർവേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ. അവർ വലിയ രീതിയിലുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ കൂടെ വലിയ എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. കാവേരി ടെലികോം 10.9 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ്. മാർക്കറ്റ് പുതിയ റെക്കോർഡ് ഹൈയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഒരു സിമ്പിൾ സജഷൻ പറയാണ്. നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള ഇൻവെസ്റ്റേഴ്സ് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റിൻ്റെ ഗതി മുന്നോട്ട് തന്നെയാണ്. എന്നിരുന്നാലും പലതരത്തിലുള്ള വോളാറ്റിലിറ്റി ഒക്കെ മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം ഹൈ വാല്യുവേഷനുള്ള സ്റ്റോക്കുകളിൽ നിന്ന് കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വോളാറ്റിലിറ്റി താഴെ വരുമ്പോൾ തിരിച്ച് എൻട്രി ആവുന്നതാണ്. ഒപ്പം നമ്മൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ 24,000 നിഫ്റ്റി ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കാരണം ബഡ്ജറ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. എന്നിരുന്നാലും ഒരു കോഷൻ മാർക്കറ്റിൽ ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.